അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലിം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് UKG സ്റ്റാൻഡേർഡിൻ്റെ പാർട്ട് 2 കിതാബാണ്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോയാലോ. ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പാഠങ്ങളെല്ലാം ഒറ്റ വീഡിയോയിലും ആക്ടിവിറ്റീസ് എല്ലാം അടുത്തൊരു വീഡിയോയുമായി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പാഠങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മറ്റൊരു വീഡിയോയിൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അദ്ദറസുൽ അവ്വലു ളാദ് ലൗഉൻ. ലൗഉൻ ലൗഉൻ എന്താണ്? പ്രകാശമാണ്, ലൈറ്റാണല്ലേ. വെളിച്ചം. ലൗഉൻ എന്താണ്? വെളിച്ചം. ലാ ലി ലു. ലാ ലി ലു. ഈ പാഠഭാഗത്തിൽ നമ്മൾ ഒരു പുതിയ ആൾക്കാരെ കൂടി പരിചയപ്പെടുകയാണ് അല്ലേ. ഏതാണ് ആ ആൾക്കാർ? അലിഫ്, യാ, വാവ്. ഇവർക്ക് ഒരു പ്രത്യേകമായിട്ട് പേര് പറയും. എന്താണെന്നറിയോ? മദ്ദെന്നാണ് പറയുന്നത്. ഇവരെന്തിനാണ് ഉപയോഗിക്കുന്നതെന്നറിയാവോ? ഒരക്ഷരത്തിനെ അതിൻ്റെ ചിഹ്നത്തിനനുസരിച്ച് നീട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പേരാണ് മദ്. നോക്ക്, അക്ഷരത്തെ നീട്ടാൻ മദ് ഉപയോഗിക്കുന്നു. ഫതഹ് എന്ന ചിഹ്നത്തിനെ നീട്ടാൻ അലിഫ് മദ്ദാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കിസറിട്ട അക്ഷരത്തിനെ നീട്ടാൻ യാ മദ്ദാണ് ഉപയോഗിക്കുന്നത്. ലമ്മിട്ട അക്ഷരത്തിനെ നീട്ടാൻ വാവ് മദ്ദാണ് ഉപയോഗിക്കുന്നത്. ഫതഹിട്ട അക്ഷരത്തിനെ അലിഫ് കൊണ്ട് നീട്ടിയാൽ എങ്ങനെയാണ് വായിക്കുക? എന്ത് സൗണ്ടാണ് കിട്ടുക? എന്ന സൗണ്ട് കിട്ടും. കിസറിട്ട അക്ഷരത്തിനെ യാ കൊണ്ട് നീട്ടിയാൽ എന്ത് സൗണ്ട് കിട്ടും? ഈ എന്ന സൗണ്ട് കിട്ടും. ലമ്മിട്ട അക്ഷരത്തിനെ വാവ് കൊണ്ട് നീട്ടിയാൽ ഊ എന്ന സൗണ്ട് കിട്ടും. ഇവിടെ നോക്കിയേ, ലാ കിട്ടിയോ? ഇവിടെ ലീ, ഇവിടെ ലൂ. മനസ്സിലായോ? ഫതഹിട്ട അക്ഷരത്തിനെ അലിഫ് കൊണ്ട് നീട്ടിയപ്പം എന്ന സൗണ്ട് കിട്ടി. കിസറിട്ട അക്ഷരത്തിനെ യാ കൊണ്ട് നീട്ടിയപ്പം ഈ എന്ന സൗണ്ട് കിട്ടി. ലീ. കണ്ടോ? അവസാനം ഈ എന്ന ഉച്ചാരണം വന്നത് കണ്ടോ? ഇനി ലമ്മിട്ട അക്ഷരത്തിനെ വാവ് കൊണ്ട് നീട്ടിയപ്പോൾ എന്ത് കിട്ടി? ഊ എന്ന സൗണ്ട് കിട്ടി അല്ലേ. അതാണ് പറയുന്നത്. ഫതഹിനെ നീട്ടാൻ അലിഫ് ഉപയോഗിക്കുന്നു, കിസറിനെ നീട്ടാൻ യാ ഉപയോഗിക്കുന്നു, ലമ്മിനെ നീട്ടാൻ വാവ് ഉപയോഗിക്കുന്നു. ഇനി നോക്കിയേ, ലർബുൻ, ലിർസുൻ, ലുരിബ, ലാരിബുൻ, ഹലീറുൻ, ഹുലൂറുൻ. ഇനി ലാദിൻ്റെ ഉച്ചാരണ സ്ഥാനം മഖ്റജ് നോക്കാം. നാക്കിൻ്റെ അരിക് നീളത്തിൽ മേൽ അണപ്പല്ലുകളോട് ചേർത്താണ് ലാദ് ഉച്ചരിക്കേണ്ടത്. നാക്കിൻ്റെ അരിക് നീളത്തിൽ മേൽ അണപ്പല്ലുകളോട് ചേർത്താണ് ലാദ് ഉച്ചരിക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത പാഠഭാഗത്തിലേക്ക് പോകാം. അദ്ദറസു സാനി ത്വാഉൻ. ത്വബലുൻ. ത്വബലുൻ എന്താണ്? ത്വബലുൻ. ത്വബലുൻ എന്താണ്? ചെണ്ടയാണല്ലേ. ത്വാ 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 ത്വേ തു ത്വാ ത്വേ തു. ത്വാ ബ ഖുൻ. ത്വാ ബ ഖുൻ. ഖ ത്വീറുൻ. ഖ ത്വീറുൻ. തു ബി ഖ. തു ബി ഖ. ത്വാബ. ഖതീബുൻ. ഖുതൂത്തുൻ. ഒന്നും കൂടി നോക്കിയേ. ത്വബലുൻ, ത്വബഖുൻ, ഖതീറുൻ, തുബിഖ, ത്വാബ, ഖതീബുൻ, ഖുതൂത്തുൻ. ഇനി നമുക്ക് ത്വാഇൻ്റെ മഖ്റജ് നോക്കാം. നാക്കിൻ്റെ തലയും മേൽ മുൻപല്ലുകളുടെ ചുവടുമാണ് ത്വാഇൻ്റെ മഖ്റജ്. ത്വാ എന്ന അക്ഷരം പുറപ്പെടുന്ന സ്ഥാനമാണ് നാക്കിൻ്റെ തലയും മേൽ മുൻപല്ലുകളുടെ ചുവടും. ഇനി അടുത്ത പാഠം നോക്കിയേ. അദ്ദർസു സാലിസു ളാഉ. ലർഫുൻ. 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 ലർഫുൻ എന്താണ്? ലർഫുൻ കവറാണല്ലേ, എൻവലപ്പ്. നമ്മൾ ലെറ്ററൊക്കെ പോസ്റ്റ് ചെയ്യുന്ന കവറാണ് ലർഫുൻ.
ലാ 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 ലി ലു ലാ ലീ ലൂ ലറാബുൻ ലറാബുൻ ലിബ്തുൻ ലിബ്തുൻ ലുജിറ ലുജിറ ലാബിത്തുൻ ലാബിത്തുൻ ഹലീറുൻ ഹലീറുൻ ഹുലൂലുൻ ഹുലൂലുൻ. ഒന്നും കൂടെ നോക്കി. ലർഫുൻ ലറാബുൻ ലിബ്തുൻ ലുജിറ ലാബിത്തുൻ ഹലീറുൻ ഹുലൂലുൻ. അപ്പോൾ ഇനി നമുക്ക് ലാൻ്റെ ഉച്ചാരണ സ്ഥാനം നോക്കാം. നാക്കിൻ്റെയും മേൽ മുൻപല്ലുകളുടെയും തലകളാണ് ലാൻ്റെ ഉച്ചാരണ സ്ഥാനം. ഒന്ന് പറഞ്ഞു നോക്കേ. ലാ ലാ കണ്ടോ? ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം. അദ്ദറസുർ റാബിഉ ഐനുൻ. ഐനുൻ അക്ഷരത്തിൻ്റെ പേരും വാക്കും ഒന്ന് തന്നെയാണല്ലേ ഈ പാഠത്തിൽ. ഐൻ എന്ന വാക്കാണ് അക്ഷരമാണ് നമ്മൾ പഠിക്കുന്നത്. ഐനുൻ എന്ന വാക്കാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ഐനുൻ? കണ്ണ് അല്ലേ. ഐനുൻ എന്ന് വെച്ചാൽ എന്താണ്? കണ്ണ്. ഐൻ ഐൻ ഐൻ. ഈ പാഠത്തിൽ നമ്മളൊരു ചിഹ്നം പഠിക്കുന്നുണ്ട്. ഒന്ന് നോക്കിയേ. ഇതാ ഈ മലയാള അക്ഷരത്തിലെ തായ്ത്ത് തായ്ത്ത് നായില ധ ധനുസിൻ്റെ ധ എഴുതിയിരിക്കുന്ന കണക്ക് ഒരു ചിഹ്നം കാണുന്നുണ്ടോ? നോക്കി, നല്ലപോലെ നോക്കി. ധ കണക്കൊരു ചിഹ്നം. ഈ ചിഹ്നം എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നറിയോ? ഈ ചിഹ്നത്തിൻ്റെ പേരെന്താണെന്നറിയോ? ആദ്യം ഈ ചിഹ്നത്തിൻ്റെ പേരാണ് ഷദ്. മനസ്സിലായോ? എന്താണ് ഈ ചിഹ്നത്തിൻ്റെ പേര്? ഷദ്. ഷദ്. ഈ ചിഹ്നം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരക്ഷരത്തിനെ രണ്ടാക്കി കനം കൊടുത്ത് ഉച്ചരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ അമ്മ എന്നൊരു വാക്ക് പറയുന്നു. അതിൽ മാ എന്ന അക്ഷരം കനപ്പിച്ച് പറയുമ്പോഴല്ലേ ഇമ്മ എന്ന് കിട്ടുന്നത്. അതുപോലെ ക എന്നൊരക്ഷരത്തിനെ ക എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചിഹ്നം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഏതൊരക്ഷരത്തിനെയും കനപ്പിച്ച് വായിക്കാൻ നമ്മൾ ഷദ് എന്ന ഈ ചിഹ്നമാണ് ഉപയോഗിക്കുന്നത്. നോക്കിയേ, അക്ഷരത്തിനെ ശബ്ദം കനപ്പിച്ച് ഉച്ചരിക്കാൻ ഷദ് ഉപയോഗിക്കുന്നു. ഷദ് എങ്ങനെ എഴുതുന്നത്? ഇങ്ങനെയാണ് ഷദ്ദിൻ്റെ അടയാളം കൊടുക്കുന്നത്. ഇവിടെ നോക്കിയേ, ഐനാണല്ലേ. അപ്പോൾ ഐനിന് ഫത്തഹ് ഇടുമ്പം എന്നാണ് വായിക്കേണ്ടത്. പക്ഷേ ഇവിടെ മദ്ദം കൂടെ ഉള്ളതുകൊണ്ട് നമ്മളെങ്ങനെ വായിക്കും? ഒന്ന് കനം കൊടുത്ത് ഉച്ചരിക്കണം. അടുത്തതോ, ഐനിന് കിസറിടുമ്പം എന്നാണ് സാധാരണ വായിക്കുക. ഇവിടെ ഷദ്ദും കൂടെ ഉള്ളതുകൊണ്ട് ഒന്ന് കനപ്പിച്ച് എന്ന് വായിക്കും. ഇനി ഇവിടെ ഐനിന് ലമ്മ് കൊടുക്കുമ്പോൾ എന്ന് വായിക്കേണ്ടടുത്ത് ഇവിടെ ഷദ്ദും കൂടെ ഉള്ളതുകൊണ്ട് നമ്മളെങ്ങനെ വായിക്കും? നല്ല കനപ്പിച്ച് എന്ന് വായിക്കണം. അപ്പോൾ ഇങ്ങനെ വേണം വായിക്കാൻ. മനസ്സിലായോ? ഇനി നോക്ക്. ആദുൻ ആദുൻ ഈദുൻ ഈദുൻ ഊദുൻ ഊദുൻ ബഅദ. ഇവിടെ നോക്ക്, ബഅദ. നമ്മളിവിടുന്ന് കനപ്പിച്ചു അല്ലേ? എന്തുകൊണ്ടാണ് കനപ്പിച്ചത്? ശബ്ദമുള്ളത് കൊണ്ടാണ് കനപ്പിച്ചത്. ബഅദ. അടുത്ത് നോക്ക്, ബുഇദ ബുഇദ. അടുത്തത് തബഉദുൻ തബഉദുൻ. ഒന്നും കൂടെ നോക്കി. ഐനുൻ ആദുൻ ഈദുൻ ഊദുൻ ബഅദ ബുഇദ തബഉദുൻ. അപ്പോൾ ഷദ് എന്ന അടയാളം നമ്മൾ പഠിച്ചു. ഈ ചിഹ്നത്തിന് എന്താ പ്രത്യേകത? ഒരക്ഷരത്തിനെ ശബ്ദം കനപ്പിച്ച് ഉച്ചരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷദ് ഉപയോഗിക്കുന്നത് അല്ലേ? ഓക്കെ. ഇനി ഐനിൻ്റെ ഉച്ചാരണ സ്ഥാനം നോക്കാം. തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് ഐന് ഉച്ചരിക്കപ്പെടുന്നത്. തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന്. തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന മറ്റൊരു അക്ഷരം കൂടി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ഏതാണ് ആ അക്ഷരം? ഹ ആണല്ലേ? അപ്പോൾ ഒന്ന് നോക്കിയേ. ഐന് ഹ. ഇത് രണ്ടും എവിടെ നിന്നാണ് പുറപ്പെടുന്നത്? തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് ഈ രണ്ട് അക്ഷരങ്ങളും പുറപ്പെടുന്നത്. ഐനിൻ്റെയും ഹാൻ്റെയും മഖ്റജ് ഒന്ന് തന്നെയാണ്. തൊണ്ടയുടെ മധ്യത്തിൽ നിന്നാണ്
ഈ അക്ഷരങ്ങൾ രണ്ടും പുറപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം. അദ്ദറസുൽ ഖാമിസു ഓയിനുൻ ഗാർസുൻ. ഗാർസുൻ ഗാർസുൻ എന്താണ്? ചെടിയാണല്ലേ. ഓയിന് 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 ഗാ ഗീ ഗൂ ഗ ഗി ഗു ഗാറുൻ ഗാറുൻ സഗീറുൻ സഗീറുൻ ശുഗൂറുൻ ശുഗൂറുൻ സഗറ സുഗിറ തസഗുറുൻ. ഒന്നുകൂടി നോക്കി. ഗർസുൻ ഗാറുൻ സഗീറുൻ ശുഗൂറുൻ സഗറ സുഗിറ തസഗുറുൻ. അപ്പോൾ ഈ ഓയിനിൻ്റെ ഉച്ചാരണം എവിടെ നിന്നാണ് വരുന്നതെന്ന് നോക്കാം. ഓയിനിൻ്റെ ഉച്ചാരണ സ്ഥാനം തൊണ്ടയുടെ മേലേ അറ്റം. തൊണ്ടയുടെ മേലേ അറ്റത്ത് നിന്നാണ് ഓയിന് ഉച്ചരിക്കപ്പെടുന്നത്. മനസ്സിലായോ? തൊണ്ടയുടെ മേലേ അറ്റത്ത് നിന്ന് പുറപ്പെടുന്നെന്ന് പറഞ്ഞ് മറ്റൊരു അക്ഷരം കൂടി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ഹ ആണതല്ലേ. ഹ. തൊണ്ടയുടെ മേലേ അറ്റത്ത് നിന്നാണ് ഹും പുറപ്പെടുന്നത്. അപ്പോൾ ഓയിനും ഹും തൊണ്ടയുടെ മേലേ അറ്റത്ത് നിന്നാണ് പുറപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത പാഠത്തിലേക്ക് പോകാം. അദ്ദറസു സാദിസു ഫാഉൻ ഫജ്ലുൻ. ഫജ്ലുൻ എന്താണ്? ഫജ്ലുൻ റാഡിഷ് ആണല്ലേ. കണ്ടോ, ക്യാരറ്റ് കണക്ക് തന്നെ ഇരിക്കുന്നതാണ്, പക്ഷേ ക്യാരറ്റ് അല്ല, റാഡിഷാണ് ഇതല്ലേ. ഫജ്ലുൻ ഫജ്ലുൻ മുള്ളങ്കി എന്നൊക്കെ പറയാറുണ്ട്. ഫജ്ലുൻ ഫ ഫ ഫ ഫാ ഫീ ഫൂ ഫ ഫി ഫു ഫാത്തിഹുൻ ഫാത്തിഹുൻ സഫീറുൻ സഫീറുൻ സുഫൂഫുൻ സുഫൂഫുൻ സഫഫ സഫഫ സുഫിഫ സുഫിഫ തസിഫു തസിഫു. ഇനി നമുക്ക് ഫാൻ്റെ ഉച്ചാരണ സ്ഥാനം നോക്കാം. താഴെ ചുണ്ടിൻ്റെ മധ്യവും മേൽ മുൻപല്ലുകളുടെ തലയുമാണ് ഫാൻ്റെ ഉച്ചാരണ സ്ഥാനം. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം. അദ്ദറസു സാബിഉ ഖാഫുൻ ഖലമുൻ. ഖലമുൻ ഖലമുൻ എന്താണ്? പേനയാണല്ലേ. ഖാഫ് 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 ഖാ ഖീ ഖൂ ഖ ഖി ഖു ഖാരിബുൻ ഖാരിബുൻ റഖീബുൻ റഖീബുൻ ഹുഖൂഖുൻ ഹുഖൂഖുൻ ദുഖത്ത് ദുഖത്ത് ഉഖിത ഉഖിത ദിഖുൻ ദിഖുൻ. ഒന്നുകൂടി നോക്കിയേ. ഖലമുൻ ഖാരിബുൻ റഖീബുൻ ഹുഖൂഖുൻ ദുഖത്ത് ഉഖിത ദിഖുൻ. ഇനി ഖാഫിൻ്റെ മഖ്റജ് നോക്കാം. ഖാഫിൻ്റെ ഉച്ചാരണ സ്ഥാനം നാക്കിൻ്റെ അങ്ങേ അറ്റവും നേരേമേൽ അണ്ണാക്കും. നാക്കിൻ്റെ അങ്ങേ അറ്റവും നേരേമേൽ അണ്ണാക്കും ചേരുന്ന ഭാഗത്തു നിന്നാണ് ഖാഫ് പുറപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം. അദ്ദറസു സാമിനു കാഫുൻ കൻസുൻ 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 കൻസുൻ. കൻസുൻ എന്താണ്? നിധിയാണല്ലേ. നിധി. കാഫ് കാഫ് കാഫ്. കാഫ് ആദ്യത്തിലും ഇടയ്ക്കും ഒക്കെ വരുമ്പം നമ്മളിങ്ങനെ എഴുതാറുണ്ട്. അവസാനത്തിൽ വരുമ്പം ഇങ്ങനെയാണ്. ഒരു വാക്കിൻ്റെ അവസാനത്തിൽ വരുമ്പം നമ്മൾ ഇങ്ങനെയാണ് എഴുതാറുള്ളത്. ഓക്കെ. കാ കീ കൂ ക കി കു കാത്തിബുൻ കാത്തിബുൻ കീസുൻ കീസുൻ കൂബുൻ കൂബുൻ സുക്കിറുൻ സുക്കിറുൻ റുക്കിറ റുക്കിറ തബക്കുറുൻ തബക്കുറുൻ. ഒന്നുകൂടി നോക്കിയേ. കൻസുൻ കാത്തിബുൻ കീസുൻ കൂബുൻ സുക്കിറുൻ റുക്കിറ തബക്കുറുൻ. ഇനി നമുക്ക് കാഫിൻ്റെ ഉച്ചാരണ സ്ഥാനം നോക്കാം. നാക്കിൻ്റെ അങ്ങേ അറ്റവും നേരേമേൽ അണ്ണാക്കും,
അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാഫിൻ്റെ അല്പം ഇപ്പുറത്തായിട്ടാണ് നമ്മൾ കാഫ് ഉച്ചരിക്കുന്നത്. മനസ്സിലായോ? നാക്കിൻ്റെ അങ്ങേയറ്റവും നേരേമേൽ അണ്ണാക്കും, അതിൽ തന്നെ കാഫിൻ്റെ അല്പം ഇപ്പുറത്തായിട്ടാണ് നമ്മൾ കാഫ് ഉച്ചരിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാഠം നോക്കിയാലോ. അദ്ദർസുത്താസിഉ ലാമുൻ ലവ്ഹുൻ ലൗഹുൻ ലവ്ഹുൻ ലൗഹുൻ. ലൗഹുൻ എന്താണ്? സ്ലേറ്റ് ആണല്ലേ. ലൗഹുൻ സ്ലേറ്റ് ആണ്. സ്ലേറ്റിൽ ആരെങ്കിലുമൊക്കെ എഴുതി പഠിക്കാറുണ്ടോ? നിങ്ങളുടെ സമയത്ത് ഇപ്പം സ്ലേറ്റ് ഒന്നും അല്ല അല്ലേ, നോട്ട്ബുക്കൊക്കെയാണ്. പക്ഷെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ സ്ലേറ്റിൽ എഴുതാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതി പഠിക്കുന്നതാണ്. ഇപ്പോഴും ഇങ്ങനത്തെ സ്ലേറ്റും ഉണ്ട്, പക്ഷേ ഞങ്ങൾ എഴുതിയിരുന്നത് പോലെ സ്ലേറ്റ് പെൻസിൽ ഉപയോഗിച്ച് എഴുതുന്ന സ്ലേറ്റ് അല്ല, പകരം മാജിക് പെൻസിൽ അല്ലെങ്കിൽ മാജിക് ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സ്ലേറ്റ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ സ്ലേറ്റ് എന്താണെന്ന് അറിയാമല്ലോ. സ്ലേറ്റിന് എന്താണ് പറയുന്നത്? ലൗഹുൻ അല്ലേ. ലാമ് ലാമ് ലാമ്. ലാ ലീ ലൂ ല ലി ലു. ലാബിസുൻ ലാബിസുൻ. ബലീഗുൻ ബലീഗുൻ. ജുലൂസുൻ ജുലൂസുൻ. കല്ലഫ കല്ലഫ. ഖുല്ലിബ ഖുല്ലിബ. തകല്ലുഫുൻ തകല്ലുഫുൻ. ഒന്നുകൂടി വായിച്ചേ വാക്കുകൾ. ലൗഹുൻ ലാബിസുൻ ബലീഗുൻ ജുലൂസുൻ കല്ലഫ ഖുല്ലിബ തകല്ലുഫുൻ. ഇനി ലാമിൻ്റെ ഉച്ചാരണ സ്ഥാനം നോക്കാം. നാക്കിൻ്റെ തലയും മുൻപല്ല് മുതൽ അണപ്പല്ല് വരെയുള്ള ഊനിൽ നിന്ന് അല്പവും. നാക്കിൻ്റെ തലയും മുൻപല്ല് മുതൽ അണപ്പല്ല് വരെയുള്ള ഊനിൽ നിന്ന് അല്പവും. ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം. അദ്ദറസുൽ ആഷിറു മീമുൻ. ലാമ് കഴിഞ്ഞ് വരുന്ന അക്ഷരം ഏതാണ്? മീമാണല്ലേ. മീമ് ഇങ്ങനെയും എഴുതും, നമ്മൾ ഇങ്ങനെയും എഴുതാറുണ്ട്. കണ്ടോ? ഇങ്ങനെയും മീമ് എഴുതാറുണ്ട്. നോക്കൂ. മസ്ജിദുൻ മസ്ജിദുൻ. മസ്ജിദുൻ എന്താണ്? പള്ളിയാണല്ലേ. മസ്ജിദുൻ. മീമ് മീമ് മീമ്. മാ മീ മൂ മ മി മു. മാജിദുൻ മാജിദുൻ മാജിദുൻ. മീസാനുൻ മീസാനുൻ മീസാനുൻ. മൂസറുൻ മൂസറുൻ മൂസറുൻ. ഇവിടെ ഫതഹില്ല, ഫതഹിട്ടങ്ങ് വായിച്ചാൽ മതി നമ്മൾ കേട്ടോ. കമല കമ്മല കമല കമ്മല. ഉമ്മിറ ഉമ്മിറ ഉമ്മിറ. തഉമ്മു 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 തഉമ്മു. അപ്പോൾ ഇനി ഒന്നുകൂടി വാക്കുകൾ വായിക്കാം. മസ്ജിദുൻ മാജിദുൻ മീസാനുൻ മൂസറുൻ കമ്മല ഉമ്മിറ തഉമ്മു. ഇനി മീമിൻ്റെ ഉച്ചാരണ സ്ഥാനം നോക്കാം. 2 ചുണ്ടുകളുടെ സഹായത്തോടെയാണ് മീമ് പുറപ്പെടുന്നത്. 2 ചുണ്ടുകളുടെ സഹായത്തോടു കൂടിയാണ് മീമ് പുറപ്പെടുന്നത്. അപ്പോൾ ഇനി നമുക്ക് 11ാമത്തെ പാഠഭാഗത്തിലേക്ക് പോകാം. ഏതായിരിക്കും അക്ഷരം അറിയുമോ? ലാമ് മീമ് കഴിഞ്ഞാൽ നൂനാണല്ലേ. ഇതാ നോക്കിയേ, നൂനാണല്ലേ. അദ്ദറസുൽ ഹാദിയശറ നൂനുൻ. നജ്മുൻ നജ്മുൻ. നജ്മുൻ എന്താണ്? നക്ഷത്രം. നജ്മുൻ. നൂന് നൂന് നൂന്. നാ നീ നൂ ന നി നു. നാസ്വിറുൻ നാസ്വിറുൻ. നീറാനുൻ നീറാനുൻ. നൂറുൻ നൂറുൻ. കുന്നസുൻ കുന്നസുൻ കുന്നസുൻ. ഉന്നിസ ഉന്നിസ ഉന്നിസ. തജന്നുബുൻ തജന്നുബുൻ തജന്നുബുൻ. ഒന്നുകൂടി നോക്കിയേ.
നജ്മുൻ, നാസിറുൻ, നീറാനുൻ, നൂറുൻ, കുന്നസുൻ, ഉന്നിസ, തജന്നുബുൻ. കണ്ടോ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന്? ഇനി നമുക്ക് നൂനിൻ്റെ ഉച്ചാരണ സ്ഥാനം നോക്കാം. നാക്കിൻ്റെ പുച്ഛവും മേൽ മുൻപല്ലിൻ്റെ ഊനുമാണ് നൂനിൻ്റെ ഉച്ചാരണ സ്ഥാനം. എവിടെയാണ്? ലാമിൻ്റെ അല്പം താഴെയായിട്ടാണ് നൂന് വരുന്നത്. എങ്ങനെയാണ്? ഒന്നും കൂടെ നോക്കിയേ. നാക്കിൻ്റെ പുച്ഛവും മേൽ മുൻപല്ലിൻ്റെ ഊനും ലാമിൻ്റെ അല്പം താഴെയായിട്ട്. ഒന്ന് പറഞ്ഞു നോക്കിക്കോ. നൂന് മനസ്സിലായോ ഇപ്പോൾ? ഇനി നമുക്ക് 12ാമത്തെ പാഠത്തിലേക്ക് പോകാം. അദ്ദറസു സാനി അശറ ഹ ഉൻ ഹജ്മുൻ. ഹജ്മുൻ. ഹജ്മുൻ എന്താണ്? ജഗ്ഗാണല്ലേ. ഹജ്മുൻ ജഗ്ഗാണ്. ഹ എന്ന് പറയുമ്പോൾ കുറച്ച് മുഴക്കം വരുന്ന രീതിയിലാണ് നമ്മൾ പറയുക കേട്ടോ. ഹ ഹ ഹ ഹ ഹി ഹു ഹ ഹി ഹു. ഹാത്തിഫുൻ, റഹീനുൻ, ഹൂദുൻ, സഹല, മഹിൽ, തവഹുമുൻ. ഒന്നുകൂടി നോക്കിയേ. ഹജ്മുൻ, ഹാത്തിഫുൻ, റഹീനുൻ, ഹൂദുൻ, സഹല, മഹിൽ, തവഹുമുൻ. മനസ്സിലായോ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന്? ഇനി നമുക്ക് ഹാഇൻ്റെ ഉച്ചാരണ സ്ഥാനം നോക്കാം. തൊണ്ടയുടെ താഴെ അറ്റത്ത് നിന്നാണ് ഹ പുറപ്പെടുന്നത്. തൊണ്ടയുടെ താഴെ അറ്റത്ത് നിന്ന്. ഇനി നമുക്ക് 13ാമത്തെ പാഠത്തിലേക്ക് പോകാം. അദ്ദറസു സാലിസു അഷറ വാവ്. വർദുൻ. വർദുൻ. വർദുൻ എന്താണ്? റോസാപ്പൂവാണല്ലേ. വാവ് വാവ് വാവ്. വാ വി ഊ വ വി വു. വാരിസുൻ. 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 ത്വവീലുൻ. 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 വൂസിഅ. 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 അവലുൻ. 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 കുബിറ. 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 തജവുലുൻ. 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 ഒന്നുകൂടി നോക്കിയേ. വർദുൻ, വാരിസുൻ, ത്വവീലുൻ, വൂസിഅ, അവലുൻ, കുവ്വിറ, തജവുലുൻ. ഇനി വാവിൻ്റെ ഉച്ചാരണസ്ഥാനം നോക്കാം. 2 ചുണ്ടുകളുടെ സഹായത്തോടെയാണ് വാവ് പുറപ്പെടുന്നത്. 2 ചുണ്ടുകളുടെ സഹായത്തോടെയാണ് വാവ് പുറപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത 14ാമത്തെ പാഠഭാഗത്തിലേക്ക് പോകാം. ഇതോടുകൂടി നമ്മുടെ പാഠങ്ങളെല്ലാം അവസാനിക്കുകയാണ്. നോക്കൂ. അദ്ദറസുർ റാബിഉ അശറ യാഉൻ. യദുൻ. 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 യദുൻ എന്താണ്? കൈയാണല്ലേ. യദുൻ കൈ. യാ യാ യാ. യാ ഈ യു യ ഈ യു. യാസിറുൻ. യാസിറുൻ. യുഹ്യി. യുഹ്യി. യാസിറുൻ യുഹ്യി. അടുത്തത് യൂസുഫു. 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 അയ്യദ. 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 മയ്യിത്തുൻ. 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 യാ ഹയ്യു. യാ ഹയ്യു. യാ ഹയ്യു. ഒന്നുകൂടി നോക്കിയേ. യദുൻ, യാസിറുൻ, യുഹ്യി, യൂസുഫു, അയ്യദ, മയ്യിത്തുൻ, യാ ഹയ്യു. ഇനി യാ എൻ്റെ മഖ്റജ് നോക്കിയേ. നാക്കിൻ്റെ മധ്യവും നേരെ മേൽഭാഗവും. നാക്കിൻ്റെ മധ്യവും നേരെ മേൽഭാഗവും കൂടി കൂടിച്ചേരുമ്പോൾ യാ എൻ്റെ മഖ്റജാകും. അപ്പോൾ നമ്മുടെ പാഠങ്ങളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. അറബി ഭാഷയിൽ 28 അക്ഷരങ്ങളാണുള്ളത്. പാർട്ട് 1 കിതാബിൽ 14 അക്ഷരങ്ങളുണ്ടായിരുന്നു. പാർട്ട് 2 കിതാബിലും 14 അക്ഷരങ്ങൾ. 2 കിതാബിലുമായിട്ട് 28 അക്ഷരങ്ങളും അതുമായി ബന്ധപ്പെട്ട വാക്കുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.
കുറച്ചുകൂടി കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ അറബി അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പാർട്ട് 1ഉം 2ഉം ആയിട്ട് 2 കിതാബുകൾ പഠിച്ചു. 2 കിതാബിലും 14 വീതം അക്ഷരങ്ങളും ഉണ്ടായിരുന്നു. ഓരോ അക്ഷരത്തിൻ്റെയും കൂടെ ഓരോ വാക്കുകളല്ല, എന്നാലും മുഖ്യമായിട്ട് നമ്മൾ ഓരോ വാക്കുകളും പഠിച്ചു അല്ലേ. അപ്പോൾ ആ വാക്കുകളുടെ അർത്ഥമാണ് ഈ പേജിൽ തന്നിട്ടുള്ളത്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് നോക്കാം. അബുൻ ആരാണ്? പിതാവ്. ബൈത്തുൻ വീട്. തമ്രുൻ ഈന്തപ്പഴം. സൗബുൻ വസ്ത്രം. ജബലുൻ മല. ഹബലുൻ കയർ. ഖത്മുൻ സീൽ. ദർബുൻ ഗേറ്റ്. ഗനബുൻ വാൽ. റബബുൻ മിനറൽ വാട്ടർ അല്ലെങ്കിൽ ശുദ്ധജലം. സഹറുൻ പൂവ്. സഹമുൻ അമ്പ്. ഷംസുൻ സൂര്യൻ. സ്വഹനുൻ പാത്രം. ലൗഉൻ വെളിച്ചം. ത്വബലുൻ ചെണ്ട. ലർഫുൻ കവർ. ഐനുൻ കണ്ണ്. ഓർസുൻ ചെടി. ഫജലുൻ മുള്ളങ്കി അല്ലെങ്കിൽ റാഡിഷ്. കലമുൻ പേന. കൻസുൻ നിധി. ലൗഹുൻ സ്ലേറ്റ്. മസ്ജിദുൻ പള്ളി. നജ്മുൻ നക്ഷത്രം. വർദുൻ റോസാപ്പൂവ്. ഹജ്മുൻ ജഗ്. യദുൻ കൈ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.